അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത് വലിയ ഒരു വാർത്തയായി വന്നു. അതെ, ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഒരുപാട് കാര്യങ്ങൾ, സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ സംസാരിച്ചുവെന്നും അതിനെ വളരെ നന്നായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതിനെ പ്രതികരിച്ചു എന്നും മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേജിൽ തന്നെ അതിനെ വളരെ ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചത്. വളരെ ഭംഗിയായിട്ട് എന്താണ് അവതരിപ്പിച്ചതെന്നറിയോ? ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് സാഹിബുമായി വളരെ നല്ല ആശയവിനിമയം ഉണ്ടായിരുന്നു. വിവിധ വിഷയങ്ങളിൽ ഞങ്ങൾ അഭിപ്രായങ്ങൾ കൈമാറി. സാമൂഹിക ഐക്യം, സാഹോദര്യം, വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഒരു പേജിൽ ഉസ്താദിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് വളരെ ആശംസനീയമായ ഒരു നിലക്ക് അതിനെ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് കേരള യാത്ര എന്ന വലിയൊരു സംഭവം കേരളത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ നടത്തുകയുണ്ടായി. അതിലുണ്ടായ ഒരുപാട് അനുഭവങ്ങളും അതിൽ എന്തെല്ലാം ആവശ്യങ്ങൾ ജനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ അതിനെല്ലാം പ്രതിപാദിച്ചുകൊണ്ടും സാമൂഹിക തലത്തിലുള്ള മേന്മയും എല്ലാവർക്കുമുള്ള സൗകര്യങ്ങളും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മനുഷ്യർക്കൊപ്പമുള്ള ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങളാണ് ഉസ്താദ് അവിടെ ചർച്ച ചെയ്തത്. ഇവിടെ ചില മാധ്യമങ്ങൾ അതിനെ ഉസ്താദ് അടുത്ത് ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, ആ ഇലക്ഷൻ അതുമായി ബന്ധപ്പെട്ട് എന്തോ ചർച്ച നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയക്കാരിങ്ങനെ അതിനെ കലക്കി വിടുകയാണ്. യഥാർത്ഥത്തിൽ ഉസ്താദ് എന്തിനു വേണ്ടിയാണ് പോയത്? ഉസ്താദിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മത്സരിക്കാനോ അല്ലെങ്കിൽ ഒരു MLA ആകാനോ MP ആകാനോ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇവിടെയുള്ള ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ മതത്തിലുള്ള ആളുകളും വളരെ സ്വാതന്ത്ര്യത്തോടുകൂടെ ഇവിടെ ജീവിക്കണം എന്ന നിലക്കും ഒരാളും പിന്നോക്കാവസ്ഥയിലെത്താതെ എല്ലാവരും ഇന്ത്യയുടെ പ്രജകളെല്ലാം നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം, അവരവരുടെ മതമനുസരിച്ച് എന്നുള്ള ഒരു സന്തോഷകരമായ, എല്ലാവർക്കും ആവേശകരമായ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഉസ്താദ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അതിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും വളരെ നന്നായിട്ടാണ് അവിടുത്തെ പേജിൽ കുറിച്ച് വെച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ ഈ പ്രായത്തിലുള്ള ഈ ഇടപെടലുകൾ സമുദായത്തിനും ഇന്ത്യക്കും വലിയൊരു സന്തോഷകരമായ കാര്യമാണെന്ന് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.